ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര മെച്യൂരിറ്റിയാണ്, ഇവർക്ക് ഭയങ്കര ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർക്ക് കൂടുതലാണ്. പക്ഷേ ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇവർക്കൊരു 50-55 വയസ്സൊക്കെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പാരൻസ് നോക്കുന്ന ടൈമിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിക്ക് മെച്യൂരിറ്റി ഉണ്ട്, പക്ഷെ അവർക്ക് അത്ര ഏജ് ഉണ്ട്. അപ്പോൾ ഇത്രയും മെച്യൂരിറ്റി ഇല്ലെങ്കിലും കുറച്ചൊക്കെ മെച്യൂരിറ്റി ആവാനായിട്ട് ഒരു ചെറിയ ഏജിൽ തന്നെ എങ്ങനെയാവാൻ ആവാൻ പറ്റുമെന്ന് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് മാക്സിമം മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക, ആ മിസ്റ്റേക്കുകൾ നമ്മൾ പഠിക്കുക. പക്ഷെ ആക്ച്വലി ഇത്രയും മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് വയസ്സാവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരോട് സംസാരിക്കുക. ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പലരും പല പല ഡിഫറെൻറ്റ് മിസ്റ്റേക്കുകളായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ചോദിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആ മിസ്റ്റേക്ക് നമുക്ക് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരുവിധമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ബുക്കുകൾ വായിക്കാൻ നോക്കും. ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ, നമ്മളൊരു ബുക്കായിട്ട് കാണണ്ട, നമുക്ക് വേറൊരു സംഭവമായിട്ട് കാണാം. ഒരു ബുക്ക് ഒരു 60-70 വയസ്സ് ആയിട്ടുള്ള ഒരാൾക്കാരെ എഴുതിയൊരു ബുക്കായിരിക്കും ചിലതൊക്കെ. അപ്പോൾ ഇവരൊരു 70 കൊല്ലം ജീവിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുള്ള ബുക്കായിരിക്കും. 70 കൊല്ലത്തെ എക്സ്പീരിയൻസ് മൊത്തം അതിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് ശരിക്കും ആ നോളജ് കിട്ടുകയാണെങ്കിൽ നമ്മൾ 70 കൊല്ലം ജീവിക്കണം. പക്ഷെ ഇങ്ങനെ ബുക്കായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ച നമ്മൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരു 70 കൊല്ലത്തെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണ്, ആ ഒരു നോളജ് നമുക്ക് കിട്ടുകയാണ്. അപ്പം അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ബുക്കിനെ കണ്ടിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കി, നമുക്ക് കുറേ നോളജ് നിന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് നോക്കി കിട്ടുക. അപ്പോൾ ഇതൊക്കെ ആവുന്ന ടൈമിൽ ചെറിയ ഏജിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും.